ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് സൂര്യയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ട സൂര്യ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. തമിഴകത്തിൻ്റെ നടിപ്പിൻ നായകൻ സൂര്യ. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട സൂര്യ ചിത്രങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് സില്ലിനൊരു കാത്. 2006 പുറത്തിറങ്ങിയ സിനിമ. കൃഷ്ണയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. AR റഹ്മാൻ്റെ ബ്യൂട്ടിഫുൾ സോങ്സ് കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു സില്ലിനൊരു കാതൽ എന്നത്. നമ്പർ 9 അഞ്ചാൻ. 2014 പുറത്തിറങ്ങിയ സിനിമ. ഒരുപക്ഷെ സൂര്യയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ളൊരു ചിത്രം ഇതായിരിക്കും. സൂര്യയുടെ ആ ഒരു പീക്ക് ടൈമിൽ വളരെ ഹൈപ്പോടുകൂടി പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു അഞ്ചാൻ. ലിംഗുസ്വാമിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. യുവൻ ശങ്കർ രാജയുടെ മനോഹരമായ BGMഉം അതോടെ മനോഹരമായ സോങ്ങുകളുമായിരുന്നു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അഞ്ചാൻ. നമ്പർ 8 സിംഗം 2. സിംഗം സീരീസിൻ്റെ 2ാം ഭാഗം. 2013 പുറത്തിറങ്ങിയ സിനിമ. ഹരിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 7 കാക്ക കാക്ക. 2003 പുറത്തിറങ്ങിയ സിനിമ. ഗൗതം വാസുദേവനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഹാരിസ് ജയരാജിൻ്റെ മനോഹരമായ ഗാനങ്ങൾ, ഉയിരി നുയിരയൊക്കെ ഉണ്ടാക്കിയ ഓളം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മനോഹരമായൊരു ഫിലിമായിരുന്നു. സൂര്യയുടെ ആദ്യത്തെ പോലീസ് റോള്, അതോടൊപ്പം സൂര്യ ജ്യോതിക ജോഡിയുടെ അഭിനയവും എല്ലാം കൂടെ ആയപ്പോഴേക്കും ചിത്രം വൻ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു കാക്ക കാക്ക എന്നത്. നമ്പർ 6 സൂററൈ പോട്ടർ. 2020 പുറത്തിറങ്ങിയ സിനിമ. സുധാ കൊങ്കരയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജി പ്രകാശിൻ്റെ മനോഹരമായ ഗാനങ്ങളുമൊക്കെ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ സൂര്യയുടെ ഒരു കംബാക്ക് മൂവിയായിരുന്നു സൂററൈ പോട്ടർ. തുടർ പരാജയങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ ചിത്രത്തിലൂടെയാണ്. സൂററൈ പോട്ടർ അവാർഡ് വരെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അഭിനയത്തിന്. നമ്പർ 5 ഗജനി. 2005 പുറത്തിറങ്ങിയ സിനിമ. AR മുരുകദാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഹാരിസ് ജയരാജിൻ്റെ മനോഹരമായ ഗാനങ്ങൾ, സുട്ടും വീടി സുടരെ, അങ്ങനെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്ററായ ഒരു ചിത്രമായിരുന്നു ഗജനി. സഞ്ജയ് രാമസ്വാമി ക്യാരക്ടർ ഒരിക്കലും മനസ്സിൽ നിന്നും മായുകയില്ല. മനോഹരമായൊരു മൂവിയായിരുന്നു ഗജനി എന്നത്. നമ്പർ 4 സിംഗം സീരീസിൻ്റെ ആദ്യത്തെ ഭാഗം. 2010 പുറത്തിറങ്ങിയ സിനിമ. ദ്വരസിംഗമായിട്ട് സൂര്യ തകർത്ത് സിനിമയെന്ന് പറയാം. മനോഹരമായ മാസിങ്സ്, ഓങ്കി അടിച്ച 100 ടൺ വെയിറ്റ് ഇടാന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ കൊണ്ട് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമയാണ് സിംഗം. ഹരിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. നമ്പർ 3 ആദവൻ. 2009 പുറത്തിറങ്ങിയ സിനിമ. KS രവികുമാറായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. മനോഹര ഗാനങ്ങൾ, പ്രത്യേകിച്ച് അഞ്ജന സോങ്ങൊക്കെ ഇപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റാണ്. അതിലെ സൂര്യയും നയൻതാരയും കൂടെ തകർത്തഭിനയിച്ച വടിവേലുവിൻ്റെ കോമഡികളും കൂടെ ആയപ്പോഴേക്കും നല്ലൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയായിരുന്നു ആദവൻ എന്നത്. നമ്പർ 2 അയണ്. സൂര്യയുടെ 2009 പുറത്തിറങ്ങിയ ചിത്രം. KV ആനന്ദായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. സൂര്യയുടെ കരിയറിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയ ഒരു കരിയറിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയ ചിത്രമായിരുന്നു അയൺ എന്നത്. ഹാരിസ് ജയരാജിൻ്റെ മനോഹര ഗാനങ്ങൾ, പ്രത്യേകിച്ച് വീഡിയോ ജിത്താൽ എന്നുള്ള ഗാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ഓളം ഞാൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ മനോഹര ഗാനങ്ങളൊക്കെ കൊണ്ടും മനോഹര ഫൈറ്റ് സീൻസ് ഒക്കെ കൊണ്ടും വളരെയധികം വലിയൊരു വിജയമായിരുന്നു അയൺ എന്നത്. 2009 പുറത്തിറങ്ങി KV ആനന്ദ് സംവിധാനം ചെയ്ത സിനിമ. അതിൻ്റെ തന്നെ നമ്പർ 1, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട സൂര്യ ചിത്രം, അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരു സിനിമയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ റിപ്പീറ്റ് അടിച്ച് കണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു സിനിമയായിരിക്കും. ഒരു മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു റൊമാൻറ്റിക് മൂവി, വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ചിത്രം, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന ഗാനങ്ങൾ വേറൊന്നുമില്ല, വാരണായിരമാണ്. 2008 പുറത്തിറങ്ങിയ സിനിമ. ഗൗതം വാസുദേവനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഹാരിസ് ജയരാജിൻ്റെ മനോഹരമായ സംഗീതം, വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന ഗാനങ്ങൾ, റിപ്പീറ്റ് അടിച്ചുകൊണ്ട് എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നിനും മികച്ചതാണ്. 2008 പുറത്തിറങ്ങിയ വാരണായിരം എന്ന സിനിമ. അങ്ങനെ കരിയറിൽ ഓരോ സിനിമയും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നൊരു ആക്ടറാണ് അദ്ദേഹം. ഒരു സിനിമ പോലെ ആയിരിക്കില്ല അടുത്ത സിനിമ.
വ്യത്യസ്തത എപ്പോഴും പുലർത്തുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപക്ഷെ ഞാനീ പറഞ്ഞ ഒരു ടോപ്പ് 4-ൽ വന്ന ഈ 4 ചിത്രങ്ങൾ ബാക്ക് ടു ബാക്ക് ഇറങ്ങിയെന്നതാണ് മറ്റൊരു പ്രത്യേകത. അതായത് 2008 മുതൽ 2010 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾഡൻ പീരീഡിൽ വന്ന ഒരു സിനിമയാണ് ഈ 4 സിനിമകളും. പീക്ക് ടൈമിൽ, അതായത് ആ ഒരു സമയത്ത് സൂര്യയായിരുന്നു ബോക്സ് ഓഫീസ് കിങ് എന്നത്. അജിത്തിനെയും വിജയൊക്കെ കടത്തി വെട്ടി അദ്ദേഹമായിരുന്നു ആ സമയത്ത് നമ്പർ 1 തമിഴകത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ സൂര്യ സാർ. അദ്ദേഹത്തിനൊരു ചിത്രം വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിലേറെയായി. കങ്കുവായ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ഫോർ കങ്കുവ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ സാർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.